ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളെ കടകളിൽ നിന്ന് കിട്ടുന്ന സെയിം ടേസ്റ്റിലുള്ള അടിപൊളി ഗീ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഇതിന് ബീറ്ററോ അല്ലെങ്കിൽ ബ്ലെൻഡറോ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കുറച്ച് പാത്രങ്ങളും അതുപോലെ തന്നെ സ്പൂൺസും മാത്രം മതി കേട്ടോ ഇതുണ്ടാക്കാൻ. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കുക. അതിലേക്ക് ഒരു 4 റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട അത് നമുക്ക് പൊട്ടിച്ചേക്കാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ പൊടിച്ച പഞ്ചസാരയല്ല, പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2 കപ്പ് പൊടിക്കാത്ത സാധാരണ പഞ്ചസാര, തരികോടോടുകൂടിയിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഈ ഒരു മുട്ടയിലേക്ക്. എന്നിട്ട് ഈ ഒരു മുട്ടയും പഞ്ചസാരയും കൂടി ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ വിസ്ക് വെച്ചിട്ടോ ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഒരുപാട് ഇങ്ങനെ കുത്തി ഇളക്കൊന്നും വേണ്ട. ആ ഒരു മുട്ടയും പഞ്ചസാരയും ഒന്ന് മിക്സാക്കി കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ. അതിനുശേഷം നമ്മുടെ ചായച്ചമ്പുണ്ടല്ലോ, ചായച്ചമ്പിൽ ഒരു അരക്കടം വെള്ളം എടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിക്കുക കേട്ടോ. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലാക്കുക. എന്നിട്ട് അതിൻ്റെ മേലിൽ നമ്മുടെ ഈ ഒരു മുട്ടയും പഞ്ചസാരയും മിക്സാക്കി വെച്ച ബൗളിൽ അതിൻ്റെ മേലിൽ ഇറക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ ചെറു ചൂടിൽ ഈ ഒരു ആവിയിൽ ഈ ഒരു പഞ്ചസാരയും മുട്ടയും നന്നായിട്ട് യോജിച്ച് വരണം. പഞ്ചസാര നന്നായിട്ട് മെൽട്ടാവണം. ജസ്റ്റ് ഒരു 3-4 മിനിറ്റ് ഈ ഒരു പ്രോസസ്സ് ചെയ്യണം കേട്ടോ. അപ്പം ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ടിട്ട് നന്നായിട്ടൊന്നും തിളപ്പിക്കാതെ കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ആ ഒരു ആവി വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു ബൗൾ ഇറക്കി വെച്ചിട്ട് പഞ്ചസാര നന്നായിട്ടൊന്ന് അലിയിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ലൂസായിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്കതിൽ നിന്ന് മാറ്റാം. ജസ്റ്റ് ഒരു 3 മിനിറ്റ് മാത്രം മതിയാവും കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഗീ കേക്ക് ആർക്കും ഉണ്ടാക്കാം കേട്ടോ. വീട്ടിൽ നമ്മുടെ ഈ ഒരു സ്പൂണും ബൗൾസും മാത്രം മതി. പിന്നെ ഇതിന് വേണ്ട സാധനങ്ങളും അല്ലാണ്ട് ഇതിന് കുറേ പ്രോസസ്സ് കാര്യങ്ങൾ അതൊന്നുമില്ല കേട്ടോ. അപ്പോൾ കണ്ടോ, ഇത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് മെൽട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സാധാരണ കേക്ക് ഉണ്ടാക്കുന്നതിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ ഒരു ഗീ കേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യാറ്. അപ്പോൾ ഇതാ നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. ഇത് ഞാൻ അടുപ്പത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു ഫ്ലേവർ ഒന്നും കൂടി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാനില എസൻസ് 1 ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഞാനിത് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കാരണം ആ ബൗൾ കുറച്ച് ചെറുതാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് വേറൊരു ബൗളിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മേലിൽ ഒരു അരിപ്പ വെച്ചിട്ട് 2 കപ്പ് മൈദ, 2 കപ്പ് മൈദയും 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കപ്പില്ലെങ്കിൽ നിങ്ങൾ നമ്മൾ സാധാരണ ചായ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഒരു ഗ്ലാസ്സിൽ 2 കപ്പ് അളന്നെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേലെ തന്നെ ഇട്ടിട്ട് അരിച്ചാൽ മതി. വേറെ എക്സ്ട്രാ ബൗളിലൊന്നും ഇട്ടിട്ട് അരിക്കേണ്ട ആവശ്യമില്ല. അരിച്ചതിന് ശേഷം ആ ലംസ് ഒന്ന് മാറ്റുക. എന്നിട്ട് ഇതുപോലത്തെ വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് ഈ ഒരു മുട്ടയും നമ്മുടെ മൈദയും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഇത് കിട്ടുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സിങ് ഇതാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ വെള്ളം ചൂടാക്കിയ ചായച്ചമ്പനെ വെള്ളമൊക്കെ മാറ്റിയിട്ട് എടുക്കാം കേട്ടോ. അതിലേക്ക് 1 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് നെയ്യാണ്. അപ്പോൾ നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള നെയ്യ് തന്നെ എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ GRBൻ്റെ നെയ്യാണ് എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നല്ല ഫ്ലേവറും നല്ല സ്മെല്ലുമാണ് ഇതിന്. അപ്പോൾ 1 കപ്പ് പാലിന് 1 കപ്പ് നെയ്യ് തന്നെ എടുക്കുക കേട്ടോ. അപ്പോഴാണ് ആ ഒരു ഗീ കേക്കിൻ്റെ കറക്റ്റ് ഫ്ലേവർ കിട്ടുള്ളൂ. അപ്പോൾ 1 കപ്പ് പാലും 1 കപ്പ് ഗീയും കൂടി എടുത്തിട്ട് നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ഒരുപാട് ഇട്ടിട്ട് തിളപ്പിക്കൊന്നും വേണ്ട. നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതിയാവും കേട്ടോ. അപ്പം മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ഈ ഒരു രീതിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ അതേ ആ ഒരു ചൂടിൽ തന്നെ നമുക്ക് ഈ ഒരു മൈദ മിക്സിലേക്ക്
നമ്മുടെ ഈ ഒരു പാലും നെയ്യും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യം പകുതി ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് ഒന്ന് മിക്സാക്കിയതിന് ശേഷം ബാക്കി ഫുള്ളും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ചൂടോടെ ഒഴിച്ചെന്ന് വിചാരിച്ചിട്ട് മൈദ വെന്തോവോ അങ്ങനത്തെ ഒരു പ്രശ്നവും കേട്ടോ. ഈ ഒരു ഗീ കേക്കിന് ഇതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റേജ്. ചൂട് പാലിൽ തന്നെയാണ് ഈ ഒരു ഗീ കേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യാറ് കേട്ടോ. അങ്ങനെ ഇതാ നല്ല പോലെ നമ്മൾ സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ അല്ലെങ്കിൽ വിസ്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കിടത്തതിനാൽ ഈ ഒരു ലൂസി കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ബാറ്റർ കിട്ടും കേട്ടോ. ഇനി വേണ്ടത്, ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് 1 kg ആ ഒരു ഇതാണ് ബാറ്ററാണ്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഫ്ലാറ്റായ കേക്കാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ 9 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വെച്ചിട്ട് അതിലേക്ക് 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 35 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബാറ്ററൊക്കെ ഇട്ടതിന് ശേഷം നന്നായി സ്ക്വയർ വെച്ചിട്ടോ അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ എയർ ബബിൾസ് ഉണ്ടാകും. എന്നിട്ട് ഓവനില്ലാതെയോ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 35 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് കുക്കറിൽ ചെയ്തെടുക്കാം, അതുപോലെ തന്നെ ഓവൻ ഇല്ലാണ്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഓവൻ ഇല്ലാണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്ര ഫ്ലാറ്റ് ആയിട്ടുള്ള കേക്ക് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ 7 ഇഞ്ചിൻ്റെ മോൾഡിലോ അല്ലെങ്കിൽ 8 ഇഞ്ചിൻ്റെ മോൾഡിലോ ഇത് ബാറ്റർ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി വരുന്നത് ഈ ഒരു എന്താ പറയുക, പുറം ഭാഗം നല്ല ഒരു മുരിഞ്ഞ പോലെയും ഉൾഭാഗം നല്ല എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെണ്ണ പോലത്തെ കേക്ക് ഉണ്ടാവില്ലേ, ആ ഒരു കേക്കിൻ്റെ ടെക്സ്ചറാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ബീറ്ററൊന്നും ഇല്ലാണ്ട് അതുപോലെ തന്നെ ഓവനൊന്നും ഇല്ലാണ്ട് കഷ്ടപ്പെടുന്ന ആൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്